ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു 1 kg വെയിറ്റ് വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കേക്കിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും വാനില എസൻസും ഒന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, തണുത്ത പാലെടുക്കരുത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കി എടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ആ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത പ്രാവശ്യം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ പൊടികളും ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചും അതുപോലെ കേക്ക് ടിന്നിൻ്റെ അളവിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് കേക്ക് ബേക്കായി വന്ന് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 10 ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് അല്പം ക്രീമാക്കി കൊടുക്കുക, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. ഷുഗർ സിറപ്പിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചെറിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറി ചേർക്കുന്നില്ല, ചോക്ലേറ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിനെ ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ക്രീം സൈഡിലും മുകളിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നങ്ങ് ഫിനിഷ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി മുകൾ ഭാഗം കൂടെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. അപ്പോൾ മുകൾ ഭാഗം അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിനെ നമ്മളിവിടെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൻമണ്ണിൻ്റെ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ഡിസൈനും കൂടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളറും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ക്രീമും കൊണ്ട് ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്